ദൈവനാമത്തിന് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് നമ്മുടെ എം ജെ വർഗീസ് വാസ്റ്ററാണ്. ഇത് നമ്മുടെ റേച്ചൽ ആൻറ്റിയാണ്. ഞാനിവിടെ വരുന്ന സമയത്ത് പ്രിയമുള്ളവർ വളരെ വലിയൊരു മാനസികമായ പ്രയാസത്തിലായിരുന്നു. അവർക്ക് ബാങ്കിൽ രണ്ടാമത്തെ മകളുടെ വിവാഹത്തിന് വേണ്ടി ഉണ്ടായിരുന്ന അല്പ സ്ഥലമുണ്ടായിരുന്നു. എത്ര സെൻറ്റുണ്ട്? 7 സെൻറ്റ്. 7 സെൻറ്റ് സ്ഥലം കൊണ്ടുവന്ന് വെക്കുകയും അവിടെയുള്ളതായിരിക്കുന്ന വീട് പൂർത്തീകരിച്ചില്ല. 3 വർഷമായിട്ട് വീടിൻ്റെ പണി ആരംഭിച്ചെങ്കിലും ലൈഫിൽ നിന്ന് കിട്ടിയതാണ്. അത് 4 ലക്ഷം രൂപയാണ് ആ വീടിൻ്റെ അനുവദിച്ചതെങ്കിലും നമുക്കറിയാം 4 ലക്ഷം രൂപ കൊണ്ട് വീട് പണി തീരില്ല. ആ വീടിൻ്റെ പണി പൂർത്തീകരിക്കാതെ ആകെയുള്ള ആ കിടക്കാടം അത് ജപ്തി ചെയ്തു പോകുന്ന സാഹചര്യത്തിലെത്തി. ആ സമയത്താണ് നമ്മളിവിടെ വന്നത്. വരുന്ന സമയത്ത് നമ്മൾ കണ്ടതായ ഒരു കാഴ്ച എന്ന് പറയുന്നത്, പ്രിയമുള്ളവർ, വീട്ടുവാടക കൊടുക്കാൻ പൈസയില്ല. ഇങ്ങനെ ഇല്ലാതെ ആകെ ഉണ്ടായിരുന്നതായിരിക്കുന്ന ആ സ്ഥലം അങ്ങനെ നിൽക്കേ ഇവിടെ താമസിക്കുന്ന വീട്ടുവാടക കൊടുക്കാനില്ലാതെ ഉണ്ടായിരുന്ന ബാറ്ററി പെട്ടി വിറ്റ് വാടക കൊടുക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളിവിടെ വന്നത്. പ്രിയമുള്ളവരെ, എന്തായാലും ആ വാടകയുടെ കുടിശ്ശിക മുഴുവൻ തീർത്തു. അതുമാത്രമല്ല, ഇപ്പോൾ ജപ്തി നമ്മൾ ഒഴിവാക്കി. നമ്മൾ ആധാരം നമ്മൾ എടുക്കാൻ ദൈവം നമ്മളെ സഹായിച്ചു. ഇതിനുവേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിക്കുകയും കഷ്ടപ്പെടുകയും സഹായിക്കുകയൊക്കെ ചെയ്തു. യാതൊരുവിധമായ ബാധ്യതകളുമില്ല എന്ന് കേരള സംസ്ഥാന പരിവർത്തിത ക്രൈസ്തവ ശുപാർശിത വിഭാഗ വികസന കോർപ്പറേഷൻ റീജിയണൽ ഓഫീസ് കോട്ടയത്തിൽ നിന്ന് വിഭാഗ സംബന്ധമായ എടുത്ത ലോണ് അത് പൂർണ്ണമായിട്ട് തീർത്തു എന്നുള്ളതിൻ്റെ രേഖയാണ് ഇത്. റീജിയണൽ മാനേജർ ഒപ്പിട്ടതായിരിക്കുന്ന രേഖ. ഇത് ആധാരം. ഇതതിൻ്റെ രസീതാണ്. ഈ രസീത് അനുസരിച്ച് 2,30,446 രൂപ നമ്മൾ അടയ്ക്കുകയും ആധാരം നമ്മൾ ഇടിക്കുകയും ചെയ്തു. പ്രിയ കർത്തുദാസിനെയും റേച്ചൽ ആൻറ്റിയും ഈ ആധാരം ഏൽപ്പിക്കുകയാണ്. ആകെ ഉണ്ടായിരുന്ന കിടക്കാട് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ നിന്ന് കർത്താവ് വിടിവിച്ച് ഈ ആധാരം എടുത്തു കൊടുക്കാൻ ദൈവം സഹായിച്ചു. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സന്മനസ്സും പ്രാർത്ഥനയും സ്നേഹവും മാത്രമാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനി ആൻറ്റി ഇതിനെക്കുറിച്ചുള്ള ചില വാക്കുകൾ സംസാരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. 5 വർഷമായി തളർന്ന് കിടക്കുകയാണ് ദേവദാസൻ. അദ്ദേഹത്തിന് പിടിച്ചു നടക്കാനുള്ളതായിരിക്കുന്ന 6 വർഷമായി നടക്കാനുള്ളതായിരിക്കുന്ന കയറാണ്. എന്തായാലും വീട് പണി ആരംഭിച്ചു. വീട് പണി ആരംഭിച്ച് നമ്മളിനി ആ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. വീട് പണി ഇപ്പോൾ ആരംഭിച്ചത് കാണാൻ. കിണർ പണി ആരംഭിച്ചു. അത് നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. ഇത് വാടക വീടാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി ആ വീടിൻ്റെ പണിയുടെ ഓരോ കാര്യങ്ങളും അതത് സമയങ്ങളിൽ എല്ലാവരെയും അറിയിക്കുന്നതാണ്. ഇനി ആൻറ്റി പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ദൈവമായിട്ടൊന്ന് കേൾക്കണേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആൻറ്റി, റേച്ചൽ ആൻറ്റി സംസാരിച്ചാട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ മെരുനാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായി നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില നാളുകളായി ഞങ്ങൾ വളരെ കഷ്ടത്തിൽ കൂടി കടന്നുപോയ നാളുകളാണ്. വാടകയ്ക്കാണ് താമസിക്കുന്നത്. എന്നാൽ വാടക കൊടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ ഹല്ലേലൂയ ഞങ്ങൾ ഭാരപ്പെട്ട് കഴിഞ്ഞുകൂടിയ ദിവസങ്ങളായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവന് സ്ട്രോക്ക് എന്ന രോഗത്താൽ 6 വർഷത്തോളമായി കിടപ്പായിട്ട്. അങ്ങനെ ഞങ്ങൾക്കൊരു സ്വന്തമായൊരു ഭവനമില്ല. പ്രിയപ്പെട്ടവൻ്റെതായ രോഗാവസ്ഥകളൊക്കെ ഞങ്ങളെ വളരെ ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്നൊരു കാലം. എന്നാൽ തന്നെയുമല്ല, ഞങ്ങളുടേതായ 7 സെൻറ്റ് സ്ഥലം ആധാരം പണയം ചെയ്ത് എൻ്റെ 2ാമത്തെ മോളെ വിവാഹം കഴിച്ചു. അത് ഞങ്ങൾക്കൊരു ഭാരമായി. ഒന്നിനു പുറകെ ഒന്നായി കഷ്ടത്തിൽ കൂടി കടന്നുപോയ ആളുകളിലാണ്. 48 വർഷം ഒരു കർത്താവിൻ്റെ വേല ചെയ്തു. 48 48 വർഷം ദൈവവേല ചെയ്ത, 100-ൽ പരം കൺവെൻഷന് പ്രസംഗിച്ച, 3 പുസ്തകം എഴുതിയ ഒരു കർത്തദാസനാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഓക്കെ, ആൻറ്റി സംസാരിച്ചു. ഫീബ റേഡിയോയിലല്ലേ? ഓക്കെ 96 പ്രസംഗങ്ങൾ നടത്തി. ഓക്കെ, ആൻറ്റി സംസാരിച്ചാട്ടെ. കർത്താവിൻ്റെ കൃപയാൽ ബഹുമാനപ്പെട്ട പാസ്റ്റർ സജീവ് പാസ്റ്റർ ഭവനത്തിൽ കടന്നു വരികയും
ഞങ്ങളുടെ സാഹചര്യങ്ങളെ കണ്ട് മനസ്സിലാക്കുകയും ഞങ്ങളോട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചറിയുകയും ഞങ്ങളുടെ അവസ്ഥകളെ മനസ്സിലാക്കുകയും ഞങ്ങളുള്ള കാര്യം ഉള്ളതുപോലെ ദേവദാസനോട് വിവരിച്ച് പറഞ്ഞു. ഞങ്ങൾക്ക് വാടക പോലും കിടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഒരു കർത്താവിൻ്റെ ദാസൻ കടന്നു വന്നത്. സാഹചര്യങ്ങളെ അറിഞ്ഞ് ഞങ്ങളുടേതായ അവസ്ഥകളെല്ലാം മനസ്സിലാക്കി പലരും കൂടി ദേവദാസൻ മുഖാന്തരമായി പലർക്കൂടിയതായ നന്മകൾ നൽകി അത് മുഖാന്തരം ഞങ്ങളുടെ ആധാരം എടുക്കാൻ സാധിച്ചു. അതിന് 2,30,000 രൂപയോളം അതിന് പലിശ സഹിതമായി തീർന്നു. എന്നാൽ വാടക ആധാരം എടുക്കാൻ സാധിച്ചു. പിന്നെ ഞങ്ങളുടെ വീട് പണി 3 വർഷമായി മുടങ്ങിക്കിടക്കുക, ലൈഫിൻ്റെ വീട്. അതിനും തുടങ്ങുവാൻ സാധിച്ചു. അനേകരുടെ കൈത്താങ്ങലും സഹായവും അനേകരുടെ നല്ല മനസ്സുമാണ് ഞങ്ങളെ ഇത്രത്തോളം സഹായിച്ചത്. തന്നെയുമല്ല, ഞങ്ങളുടെ ആ ദേശത്ത് വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. അതിന് ഞങ്ങളൊരു കിണറും കുഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ നന്മ തന്നതായ ദൈവമക്കൾക്ക് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയത്തില്ല. അത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കൾ ദൈവമാടിയങ്ങളെ കൈ തുറന്ന് സഹായിച്ചു, മനസ്സ് തുറന്ന് സഹായിച്ചു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി കൈ നീട്ടിയവരുണ്ട്, ഞങ്ങളെ ഇപ്പോഴും ഓർത്ത് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരൊക്കെ ഞങ്ങൾ വളരെ നന്ദിയോടെ ഞങ്ങൾ ഭവനമായി കുഞ്ഞുങ്ങളായി ഞങ്ങൾക്ക് വളരെ നന്ദിയും സ്നേഹവും അവരോടുള്ള കടപ്പാടുമുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനാ സമയങ്ങളൊക്കെ ഞങ്ങളെല്ലാവരെയും ഓർത്ത് ഞങ്ങൾക്ക് സഹായിച്ച എല്ലാ ജീവിതങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ദൈവമേ, ഞങ്ങൾക്ക് ഇത്രമാത്രം നന്മ നൽകാൻ, ഇത്രമാത്രം ഞങ്ങളെ കരുതാൻ, ഞങ്ങളിൽ എന്തുള്ള നന്മ ഒന്നും കണ്ടല്ലോ കർത്താവേ. ദൈവം അവരുടെ ഹൃദയങ്ങളോട് ഇടപെട്ടല്ലോ എന്നോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരുടെ സന്തോഷമായി ഞങ്ങൾ വളരെ ഭാരത്തിൽ കൂടി കടന്നുപോയി. ഞങ്ങൾ വസ്തു നഷ്ടപ്പെട്ടാൽ ഞങ്ങൾ എവിടെ പോകും, എങ്ങനെ കാര്യങ്ങൾ നടക്കും എന്നെല്ലാം ഞങ്ങൾ വളരെ ആകുല ചിന്ത ഞങ്ങളുടെ ജീവിതത്തെ ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്നെങ്കിലും ദൈവം ഇത്രത്തോളം സഹായിച്ചു, ഇത്രത്തോളം അനുഗ്രഹിച്ചു, ഇത്രത്തോളം നന്മ നൽകി. പ്രിയ പാസ്റ്റർ മുഖാന്തരമായിട്ടാണ് ഇതിനൊക്കെ മുഖാന്തരം അധികം ദൈവത്തിന്റെ ദാസനോട് എങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. എന്നോടല്ല, ദൈവത്തോട് ഇതിനെ അയച്ചു തന്ന നമ്മളെ ഇതിനുവേണ്ടി സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവർക്കും ഞാനൊരു മുഖാന്തരമായി തീർന്നേ ഉള്ളൂ. മുഖാന്തരം ഒരുക്കിയ ദൈവദാസനോട് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൈനീളെ നീട്ടി ദൈവം മുഖാന്തരം ഒരുക്കി, അത്രേ ഉള്ളൂ. മുഖാന്തരങ്ങൾ ഒരുക്കിയതിന് ഞങ്ങൾ 1000 നന്ദി പറയുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം, ഞങ്ങളും പ്രാർത്ഥിക്കും. വളരെ സന്തോഷവും അനുഗ്രഹവുമുണ്ട്. എല്ലാവർക്കും നന്ദി. അതിൻ്റെ നിങ്ങൾ ലോണൊന്നും അടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നല്ലോ. നിങ്ങൾക്ക് കറണ്ട് ബില്ലെന്നാണ് എപ്പോഴും വൈ വരുന്നത്. എങ്കിലും വാടക കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. നിങ്ങൾ പിന്നെ ഉള്ള 7 സെൻറ്റ് സ്ഥലവും പണി പൂർത്തീകരിക്കാത്തതാണെങ്കിൽ ആ വീട് നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നു. ആ സാഹചര്യമൊക്കെ വന്നപ്പോൾ നിങ്ങൾ അന്ന് കടന്നുപോയ നിങ്ങളുടെ സാഹചര്യങ്ങൾ, മാനസിക സാഹചര്യങ്ങൾ എന്തായിരുന്നു ആൻറ്റി? ഞങ്ങൾക്ക് വാടക കൊടുക്കാനില്ലാത്ത അവസ്ഥ വന്നു. ഞങ്ങളുടെ വീട് ജപ്തി പോകുന്ന അവസ്ഥ വന്നു. ഞങ്ങളുടെ ആധാരം എടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. രാപ്പകലില്ലാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും ചെയ്തു. അനേകരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. തന്നെയുമല്ല, രാത്രിയുടെ യാമങ്ങൾ ഉറങ്ങാൻ കഴിയാതെ സമയങ്ങൾ, മണിക്കൂറുകൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്ന സമയം അതെനിക്ക് ഇന്ന് ഓർക്കാൻ പാടില്ല. ഭീകരത. അത്രമാത്രം വേദനപ്പെട്ട സമയങ്ങളാണ്. അത്രമാത്രം ദുഃഖത്തിൽ കൂടി കടന്നുപോയി. എല്ലാം കൈവിട്ടു. ഇനി എന്തിനു ജീവിക്കുന്നു? ഇനി എങ്ങനെ മുന്നോട്ട് പോകും? എവിടെ ചെന്ന് തലയൊളിക്കും? ഇങ്ങനെയുള്ളതായ വേദനപ്പെട്ട അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ഭവിച്ചു. എങ്കിലും സ്വർഗത്തിലെ ദൈവം പ്രിയ ദൈവദാസൻ അതിനു വേണ്ടി കരങ്ങൾ എടുത്തല്ലോ എന്ന് ഓർക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവദാസനോട് എങ്ങനെ നന്ദി പറയണം? എന്നോടല്ല ദൈവത്തോട് എങ്ങനെ നന്ദി പറയണം? ദൈവം ഞങ്ങളെ ഓർക്കുന്നുണ്ടല്ലോ എന്ന് ഞങ്ങൾ ദൈവം ഓർക്കുന്നുണ്ടല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ ഓർത്ത് എല്ലാവരും ഞങ്ങളെ കൈവിട്ടു പോയി. ദൈവം ഞങ്ങളെ മറന്നുപോയി. ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തതൊന്നും ഓർത്തില്ലല്ലോ എന്നൊക്കെ പലപ്പോഴും ഞങ്ങൾ ഓർത്തിട്ടുണ്ട്. എങ്കിലും സ്വർഗത്തിൽ ദൈവം ഞങ്ങളെ ഓർക്കുന്നുണ്ട് എന്ന് ഞങ്ങളുടെ അനുഭവത്തിൽ കൂടി മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അതിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവത്തെ എങ്ങനെ സ്തുതിക്കണമെന്ന് അറിയത്തില്ല. അത്രമാത്രം ദൈവത്തിൻ്റെ കരുതൽ, അത്രമാത്രം ദൈവത്തിൻ്റെ പരിപാലനം, ദൈവ സ്നേഹവും അനുഭവിപ്പാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും നൽകിയെന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പ്രിയമുള്ളവരെ, ആൻറ്റി എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകുകയാണ്. കാരണം 48 വർഷം കൃത്യവേല ചെയ്ത ദേവദാസനെ ദൈവം മറക്കുമോ? ദേവദാസനെ മറക്കുമോ? കഴിഞ്ഞ നാളുകളിലെ പട്ടിണിയും കഷ്ടതയൊക്കെ കടന്ന് വേദനപ്പെട്ട്
ദൈവത്തെ വിശ്വസ്തയോട് സേവിച്ച ദൈവാസ്യം ദൈവം മറക്കുമോ? ഒരിക്കലുമില്ല. ദൈവം വിശ്വസ്തനാണ്. മനുഷ്യൻ മറന്നാലും, പിന്നെ ഞാൻ ഒന്നുകൂടെ പറയാം, മനുഷ്യൻ മറന്നാലും ദൈവം ഒരിക്കലും മറക്കില്ല. മനുഷ്യൻ മറന്നാലും ദൈവം മറക്കില്ല. ദൈവം വിശ്വസ്തനാണ്. ദൈവം നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റാൻ ദൈവം ഒരിക്കൽ സമയം ഇതാണ്. മനുഷ്യൻ മറന്നാലും ദൈവം നിങ്ങളെ മറക്കില്ല. കർത്താവ് വരാൻ താമസിച്ചാൽ ദൈവം ആയുസ്സും ആരോഗ്യവും തരികയാണെങ്കിൽ 2 മാസത്തിനകത്ത് നമ്മൾ ആ വീട്ടിലേക്ക് താമസം ആരംഭിക്കും. ഇതുവരെ കാട് പിടിച്ച് ഒരുപക്ഷെ കുറുക്കനൊക്കെ കയറി കിടന്ന ആ സ്ഥലത്ത് നിങ്ങൾ അതിനകത്ത് താമസം ആരംഭിക്കും. അവിടെ എനിക്ക് വലിയ സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ അതിനകത്ത് താമസിക്കും. എനിക്ക് അതിനകത്ത് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഒരുപാട് കർത്തദാസന്മാരുടെ അവസ്ഥകൾ കണ്ട് ഒരുപാട് വേദനിക്കുന്ന ഒരാളാണ്. എനിക്ക് ഒത്തിരി വേദന വരാറുണ്ട്. കറണ്ട് പോയി ഒരുപാട് വേദന വരാറുണ്ട്. അവരനുഭവിക്കുന്ന വേദനകളിൽ ഒത്തിരി പ്രയാസം വരാറുണ്ട്. പക്ഷെ നിങ്ങൾ എത്രയും പ്രയാസമാണെന്ന് എനിക്കും അറിഞ്ഞില്ല. നിങ്ങൾ എത്രയോ മാസങ്ങളായിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. ഇത്രയും കഷ്ടപ്പാടാണെന്ന് സത്യം പറഞ്ഞ് ഞാനിവിടെ വന്നു കഴിഞ്ഞ ശേഷം അറിഞ്ഞു. എന്നാലും അവിടെ ഒരു താൽക്കാലിക വീട് വെച്ച് ഞങ്ങൾ താമസിച്ചായിരുന്നു. ഒരു സഭക്കാർ വെച്ച് വന്ന മോഡേൺ ഷീറ്റാണ് അതിൻ്റെ മുകളിൽ. ഒരു കാറ്റും മഴയും വന്നു കഴിയുമ്പോഴത്തേനും അത് മൊത്തം പറന്നു പോകും. ബെഡും കട്ടിലും പുസ്തകവും ഷീറ്റും ഡ്രസ്സും എല്ലാം മൊത്തം നനയും. മഴ പോയി കഴിയുമ്പോഴത്തേക്ക്, കാറ്റ് പോയി കഴിയുമ്പോൾ അതിറങ്ങി ഞങ്ങൾ പെറുക്കി കൊണ്ടുവന്ന് വീടിൻ്റെ മുകളിൽ പിന്നെയും കെട്ടിയൊക്കെ വെച്ച് നനഞ്ഞൊടിച്ചാണ് അവിടെ കിടന്നത്. അതുപോലെ കഷ്ടമായിരുന്നു. അപ്പം ദൈവം മറന്നു പോയെന്നൊക്കെ എപ്പോഴും ചിന്തിക്കും. ഞാൻ ചിലപ്പോൾ വളരെ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അവയവങ്ങൾ വല്ലതും കേടില്ലാത്തതുണ്ടായിരുന്നു. ഷുഗറില്ലേ, അതാണ് എനിക്ക് കിഡ്നിയൊക്കെ വിറ്റായിരുന്നാലും ഈ കടമൊക്കെ വീട്ടിൽ ചെറിയ വീട് വെക്കാമായിരുന്നത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അവയവങ്ങളെങ്കിലും വിട്ട് അത്ര സങ്കടമായിരുന്നു എനിക്ക്. പ്രിയമുള്ളവരെ, പാസ്റ്റർ പറയുന്ന എത്രത്തോളം ശബ്ദം കേൾക്കുന്നു എനിക്കറിയില്ല, കാരണം മൈക്ക് ആൻറ്റിയുടെ അടുത്താണുള്ളത്. എങ്കിലും പ്രിയ ദിവാസൻ്റെ കണ്ണുനീര് കണ്ടല്ലോ പ്രിയമുള്ളവരെ. ഇതിനുവേണ്ടി സഹായിക്കുന്ന ആരുടെയും പേര് പറയുന്നില്ല, കാരണം പേര് പറയുന്നത് ആർക്കും ഇഷ്ടമല്ല, പേര് പ്രസിദ്ധീകരിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ആരുടെയും പേര് പറയുന്നില്ല. പക്ഷേ ഈ പേര്, എല്ലാവരുടെയും പേരുകൾ ഇവർക്കറിയാം, എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഡെയ്സി എന്ന് പറയുന്നൊരു സഹോദരിയുടെ ജപ്തി ഒഴിവാക്കി. ആ വീഡിയോ ഞാനിപ്പോൾ ഇടുന്നുണ്ട്. ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് ഇതാണ്. ആ സഹോദരി എന്നെ ഒത്തിരി ആകർഷിച്ചു ആ വാക്കുകൾ. 30 പേര് ആ സഹോദരിയെ സഹായിച്ചു. ആ 30 പേരുടെയും പേരുകൾ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുള്ളവരുടെയും. അവരെ വിളിച്ചുവിടെ ആ 30 പേർക്ക് വേണ്ടി എല്ലാ ദിവസവും ആ സഹോദരി കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെ ഈ സഹായിച്ചവരെ പ്രിയമുള്ളവർ ഓർക്കും, നിശ്ചയമായി പ്രാർത്ഥിക്കും. ദൈവം ഓർക്കുന്നു. ദൈവത്തിന് എല്ലാത്തിനും സ്തോത്രം അർപ്പിക്കുകയാണ്. പുറത്ത് നല്ല മഴയാണ്. ഞാനിനി ഈ വഴി തിരുവനന്തപുരത്തേക്കുള്ള യാത്രയാണ്. എൻ്റെ യാത്രയെ ഓർത്തും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. നല്ല മഴയാണ്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ നിലമ്പൂർ പോയിട്ടൊന്ന് രാത്രി 12 മണിയായി വന്നിട്ട്, പിന്നെ രാവിലെ അവിടുന്ന് വീണ്ടും യാത്ര ചെയ്ത് ചർച്ചിൽ നിന്ന് പോരുകയായിരുന്നു. നമ്മളിപ്പോഴേ പാസ്റ്റർക്ക് വേണ്ടി പണിയുന്ന വീടിൻ്റെ അവിടെയാണ് വന്നിരിക്കുന്നത്. കിണറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവിടെ പണി നടക്കുന്നുണ്ട്, വീടിൻ്റെ പണി. അപ്പോൾ ഈ കിണറിൻ്റെ ഇതിൽ പാറ ആയതുകൊണ്ട് ഇനിയിപ്പോൾ പാറ പൊട്ടിച്ച് മാറ്റുന്നു. കല്ലൊക്കെ നമ്മൾ കട്ടയൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ പണിക്കാരോട് തൽക്കാലം ഒന്ന് മാറാൻ പറഞ്ഞു. കാരണം ഞാനിത് യൂട്യൂബിലൊക്കെ ഇടുമ്പം ഇനി അവിടെ മുഖം കാണുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടാകണ്ടെന്ന് വിചാരിച്ചൊന്ന് മാറാൻ പറഞ്ഞിരിക്കുകയാണ്. ഇത് 450 സ്ക്വയർ ഫീറ്റ് മാത്രമേ ഉള്ളൂ, ചെറിയ വീടാണ്. അത് സർക്കാരിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് അത്രേ വലിപ്പമുള്ളൂ. അപ്പോൾ ഫ്രണ്ട് സിറ്റ് ഔട്ടിലൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അകത്ത് തീരെ സൗകര്യം കുറവാണ്. റൂമുകൾക്കൊന്നും വലിപ്പമില്ല. കയറി വരുന്ന ഹാളാണ് ഇപ്പം നമ്മൾ കണ്ടത്. അവിടെ ഒന്നും ശരിക്കും പറഞ്ഞാൽ വലിപ്പമില്ല. അടുക്കള ഇപ്പം നമ്മൾ കണ്ടു, തീരെ ചെറിയൊരു അടുക്കളയാണ്. അപ്പോൾ ആ സിറ്റ് ഔട്ട് ഫ്രണ്ടിൽ അന്നേരം വന്നതുകൊണ്ട് അത്രയും അസൗകര്യങ്ങളിലൂടെ വന്നു. ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് നമ്മളതുകൊണ്ട് പുറത്തൊരു വർക്ക് ഏരിയയും പിന്നെ
അതിനുശേഷം ഒരു റൂമും ഒരു ബാത്റൂമും കൂടെ പണിയുന്നുണ്ട്. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് 2 മാസത്തിനകത്ത് ഈ വീടിൻ്റെ പണി പൂർത്തീകരിച്ച് ആ ദേവദാസിനെ കുടുംബത്തെ ഇവിടേക്ക് താമസിപ്പിക്കണമെന്നാണ്.